കലോത്സവ മത്സരവേദികളിലെ കടുപ്പമേറിയ ഇനങ്ങളിൽ ഒന്നാണ് അക്ഷരശ്ലോകം. പറയുന്നതും പഠിക്കുന്നതും വളരെയേറിയ കടുപ്പമായതുകൊണ്ട് തന്നെ അക്ഷരശ്ലോകത്തിൽ മത്സരിച്ച് എ ഗ്രേഡ് നേടിയവരെല്ലാവരും തന്നെ താരങ്ങളാണ്. അങ്ങനെ ഒരു താരമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ആ താരത്തെ, ആ പ്രതിഭയെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ഉത്തര രാജീവൻ. ഉത്തര, പേരിൽ തന്നെ വളരെയധികം സൗന്ദര്യമുണ്ട്. ഉത്തര, അക്ഷരശ്ലോകത്തിലേക്ക് ആ ഒരു മത്സര ഇനം തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഇച്ചിരി കടു കെട്ടിയിട്ടുള്ള മത്സരങ്ങൾ മതി എനിക്ക് എന്നുള്ളൊരു തീരുമാനമാണോ ഈ ഒരു ഇനത്തിന്റെ പിന്നിൽ? അതല്ല, അച്ഛൻ്റെ അനിയനും ഒക്കെ കലോത്സവങ്ങളിൽ അക്ഷരശ്ലോകത്തിന് മത്സരിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ അച്ഛൻ അധ്യാപകനാണ്, മലയാള അധ്യാപകനാണ്. അപ്പോൾ അവർ മൂന്നുപേരും കൂടെ അങ്ങനെ പരിശീലിപ്പിക്കുന്നതാണ്. പിന്നെ അനിയന്മാരും ചൊല്ലും, ഒരാൾ സംസ്കൃതം ഒരാൾ മലയാളം, ഈ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്. കുടുംബമായിട്ട് അക്ഷരശ്ലോകത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ ഉത്തരയുടെ ഒരു അക്ഷരശ്ലോകത്തിൻ്റെ ഒരു പ്രകടനം കാണാം. ഗംഗയാം നദി നിറഞ്ഞ പിങ്കജട തിങ്കളിൻ കല അനങ്കനിൽ ചെങ്കനൽ പൊരി ചൊരിഞ്ഞ കണ്ണ് ഭണികുണ്ഡലങ്ങൾ ശിതികണ്ഠവും മന്ദഹാസമധുരം മുഖം സുജന ശങ്കരം കരചതുഷ്ടയം ശങ്കരൻ്റെ അതിമംഗളാകൃതി വണ്ണമെൻ കരളിൽ മിന്നണം. ഉത്തര, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് ഏത് വിഷയത്തെക്കുറിച്ചാണ്, ഏത് പുരാണ ഭാഗമാണ് ഈ ശ്ലോകമായിട്ട് ചൊല്ലിയതെന്നും കൂടി ഒന്ന് പറയാമോ? ഇത് ശിവനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഏതാണ് ഉത്തരയുടെ സ്കൂള്? ആ സ്കൂളിന്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് കേൾക്കണ്ടേ? ഗവൺമെൻറ് HSS ഐരൂപ്പാറ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. +1 ആണ്, സയൻസ് ആണ്. ഓക്കെ, വളരെയധികം സന്തോഷം ഉത്തര, ഞങ്ങളുടെ ഈ ഒരു പവലിയനിലെത്തി ഇങ്ങനെ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതിൽ.